വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളെയാണ് ചിന്തിക്കുന്നത്. യേശു തന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി പറയുന്നു, ഗുരു, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യേശു പത്രോസിനോട് പറയുന്നു, സാത്താനെ, നീ ദൂരെ പോവുക, കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന്. ഈ ഒരു തിരുവചന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 ധ്യാന വിഷയങ്ങൾ ഈ ഒരു സുവിശേഷം നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നുണ്ട്. ഇന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചിന്തയായ 5-ാമത്തെ കാര്യമാണ്. അതിപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, എന്താണ് കുരിശ്? കുരിശിനെ കുറിച്ച് നമ്മൾക്ക് പലതരത്തിലുള്ള ചിന്തകളാണ്. പല വ്യക്തികളും ഈ കുരിശെന്ന് കേൾക്കുമ്പോൾ പലതരത്തിൽ ചിന്തിക്കുന്നു. ക്രിസ്തു നൽകുന്ന കുരിശെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ദുഃഖത്തിൻ്റെ ഒരു കുരിശാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം വലിയ ദുഃഖങ്ങളുണ്ടാകും, വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, വലിയ രോഗങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് പൊതുവെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ക്രിസ്തു നൽകുന്ന കുരിശ് അത് ഇതൊന്നുമല്ല. കാരണം ഇത്തരത്തിലുള്ള കുരിശുകൾ നൽകിയിട്ട് സുവിശേഷം നമ്മളോട് ചോദിക്കുന്നു, ക്രിസ്തുവിന് എന്താണ് ലഭിക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെ കുരിശല്ലത്. ക്രിസ്തു നൽകുന്ന കുരിശ് സുവിശേഷത്തിൽ വളരെ വ്യക്തമാണ്. അത് ഒരു പ്രത്യാശയുടെ കുരിശാണ്, സന്തോഷത്തിൻ്റെ കുരിശാണ്, അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കുരിശാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള കുരിശല്ല യേശു ഉദ്ദേശിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ തന്നെ ശ്രവിക്കുവാൻ വന്ന ജനങ്ങളോടെല്ലാം യേശു പറയുന്നുണ്ട്, എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ് എന്ന്. വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന കുരിശ് അത് പ്രത്യാശയുടെ കുരിശല്ലേ, സന്തോഷത്തിൻ്റെ കുരിശല്ലേ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കുരിശല്ലേ? എന്താണ് ഈ കുരിശ്? ക്രിസ്തു നൽകുന്ന കുരിശ് എന്താണ്? അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് കുരിശ് എടുക്കേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് കുരിശ് എടുക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ഉള്ള കാര്യമാണ് ഈ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വചനം വായിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. വചനം വായിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇന്ന് നമ്മൾക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ജോലി തിരക്ക് മൂലം ഓടി നടക്കുകയാണ്. പക്ഷെ ഈ ഒരു ജോലി തിരക്കിനിടയ്ക്ക് പലപ്പോഴും വചനം വായിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ക്ഷീണം കാരണം, നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു പല ബുദ്ധിമുട്ടുകൾ കാരണം വചനം വായിക്കുവാനുള്ള സമയം പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഇന്ന് നല്ല ക്ഷീണമാണ്, ഇനി നാളെ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം വായിക്കുവാനുള്ള സമയത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം തിരക്കുണ്ടെങ്കിലും വചനം വായിക്കുവാൻ ഞാൻ അല്പസമയം കണ്ടെത്തുമ്പോൾ അതൊരു സഹനമാണ്. ആ സഹനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുരിശാണത്. ആ കുരിശിലൂടെ എനിക്ക് യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയും. ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ഒരു മനസ്സിലായ കാര്യം, 5 വർഷമായി ആ കുടുംബാംഗങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, പക്ഷെ ഒരുമിച്ച് താമസിക്കുന്നു. സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു, എല്ലാം മറന്ന്, വെറുപ്പ് മറന്നുകൊണ്ട് നീ നിന്റെ കൂടെയുള്ളവരെ നീ പരിഗണിക്കുവാൻ നീ തുടങ്ങുമ്പോൾ അതൊരു സഹനമാണ്, അതൊരു കുരിശാണ്. ആ കുരിശെടുക്കുവാൻ നീ തയ്യാറാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ
സാധിക്കുകയുള്ളൂ എന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നന്മ ചെയ്യുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. നന്മ ചെയ്യുവാൻ സമയം കണ്ടെത്തുമ്പോൾ അതൊരു കുരിശാണ്. നമുക്കിഷ്ടമില്ലെങ്കിലും ആ ഒരു കുരിശ് ക്രിസ്തുവിന് വേണ്ടി നീ എടുക്കുമ്പോൾ അത് പ്രത്യാശയുടെ കുരിശാകുന്നു, സന്തോഷത്തിൻ്റെ കുരിശാകുന്നു. നീ ക്രിസ്തുവിനോട് കൂടെ, അവനോട് കൂടെ നീ ജീവിക്കുന്നു. ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുക. മാത്രമേ ക്രിയാത്മകമായിട്ട് ആ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക, വചനത്തിൻ്റെ മൂല്യം അടിസ്ഥാനപ്പെടുത്തി നിന്റെ ജീവിതത്തിലൂടെ നീ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കുരിശെന്ന് കേൾക്കുമ്പോൾ അത് രോഗത്തിൻ്റെ കുരിശല്ല, അത് വലിയ പ്രതിസന്ധികളുടെ കുരിശല്ല, അത് നമ്മുടെ ജീവിതത്തിൽ മാനക്കേട് ഉണ്ടാക്കുന്നതല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാം. മറിച്ച് കുരിശെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നീ നിലകൊള്ളുക എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി നീ നിന്നെ തന്നെ സ്വയം ചെറുതാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നൽകുന്ന ഈ കുരിശെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവിക പദ്ധതിയെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന നല്ല വ്യക്തികളായി നമുക്ക് രൂപാന്തരപ്പെടാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.